നിന്റെ പഴയ ചാറ്റൊക്കെ കണ്ടിട്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി. നല്ലതല്ലേ? നല്ലതാ. നിങ്ങളുടെ മൂന്നാമത്തെ കൊച്ചിനിടാൻ വെച്ചിരുന്ന പേരില്ലേ, വളരെ നല്ലതാ. ഈ പ്രേമൊന്നും എന്റെ അടുത്ത് കണ്ടില്ലല്ലോ ശൈലഷേ. അത് പിന്നെ ബ്രേക്കപ്പ് ആയ പിന്നെ ഞാനൊരു സിഗ്മയായി. കണ്ടായിരുന്നു. ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ചാറ്റ് ഞാൻ കണ്ടായിരുന്നു. രാവിലെ കാന്താരിയുടെ കലിപ്പേട്ടൻ, രാത്രി കൺമണിയുടെ കഴപ്പേട്ടൻ, വൃത്തിയേട്ടൻ. ഫോണിൽ കൂടെ ഗർഭം ഉണ്ടാക്കുന്ന തെണ്ടി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, കാമഭ്രാന്തൻ. അത് പിന്നെ തെറ്റിയാത്തൊരാരായിട്ടുണ്ട് കാവ്യ. നിർത്തിക്കോട്ടോ, കൊണേടി നിർത്തിക്കോ. എന്റെ കാവ്യ, നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ നമുക്ക് രണ്ടുപേർക്ക് ലീവ് എടുത്തിട്ട് രണ്ടുപേർക്ക് കൂടി പുറത്തു പോകും. എന്നിട്ട് നമുക്ക് മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് അപ്പോഴേക്കും എല്ലാ പ്രശ്നം തീരൂലേ? നാളത്തേക്കല്ല, ഇനി അങ്ങോട്ടേക്ക് ഞാൻ ലീവാ. ഞാൻ ഇവിടെ കാണും. എന്നിട്ടെന്നാ നമുക്കിവിടെ കഥയൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കാം. എന്റെ കാവ്യ, നീയാണ് എന്റെ അക്കൗണ്ടിൽ കയറി ചാറ്റൊക്കെ എടുത്ത് നോക്കിയത്. അത് ശരിയല്ല. അതെന്താ ന്യായമാണത്? ചാറ്റ് തുറന്നപ്പോഴല്ലേ ശരിക്കുള്ള സ്വഭാവം കണ്ട ശൈലഷേ. എന്റെ കാവ്യ, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ജോലിക്ക് പോയിട്ടിരുന്ന എങ്ങനെ ശരിയാവാ? എനിക്ക് നിന്നെ വിശ്വാസമില്ല, എന്നെ വിശ്വാസമില്ല. നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിയിരിക്കാം. എന്നൊരു കാര്യം ചെയ്യും, ഞാൻ നാളെ ലാപ്ടോപ്പ് എടുത്തിട്ട് നിന്റെ കൂടെ നഴ്സറിയിലേക്ക് വരാം. അപ്പൊ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാലോ. എന്നിട്ട് എന്തിനാ അവിടെ ടീച്ചർമാരെങ്കിലും ലൈൻ അടിക്കാനോ? എന്റെ പണി തെറിക്കും. നമ്മുടെ വീടിന്റെ ലോൺ. ഞാൻ നിന്റെ ഇൻസ്റ്റഗ്രാം ഹാക്ക് ചെയ്തെന്നുള്ള ചെറിയ കാര്യമാണോ നിന്റെ പ്രശ്നം? അതെ, അത് തന്നെയാണ് എന്റെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ എന്റെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്ത് അവനെ കാണാൻ പോയതോ? അയ്യടാ, എനിക്ക് നിന്റെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിനക്കല്ലെങ്കിൽ എല്ലാത്തിനും ഒരേ പാസ്വേഡ് അല്ലേ, ജിതിൻ 007. എന്ന് കരുതി എന്റെ എല്ലാ പ്രൈവസി കയറി അങ്ങോട്ട് നിരങ്ങാന്നാണോ? ഓഹോ, പ്രൈവസി അല്ലേ? അപ്പൊ അവളെ പോലത്തെ ഞാൻ അറിയാത്ത ഇനി ഒരുപാട് പ്രൈവസി നിനക്കുണ്ടല്ലേ? എന്തായാലും ശൈലേഷിനെ പോലെ പബ്ലിക് അല്ല. എന്തായാലും നിന്റെ അത്രയും പബ്ലിക് അല്ലടാ. നീ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് തുടങ്ങിയെടുത്ത് തന്നെ വരില്ലേ? ഇതൊക്കെ നമ്മൾ പറഞ്ഞു തീർത്തല്ലേ? നീ എന്നെ ഇങ്ങനെ ജോലിക്ക് വിടാണ്ടിരുന്നതിന്റെ പണി തെറിക്കും. നമ്മുടെ ഈ വീടിന്റെ ലോൺ തിരക്കട്ടെ, നിന്റെ പണിയും തിരക്കട്ടെ, വീടും പോട്ടെ, എല്ലാം പോട്ടെ. എന്നാലും ശരി, നിന്നെ ഞാൻ ജോലിക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കറിയാം നീ എന്തിനാ ജോലിക്കൊക്കെ പോന്നേന്ന്. ഇത് എന്റെ തലയിലാവൂലോ. അതാരാ? അവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് വരാം. വരട്ടെ, ഞാൻ ബാക്കി ഞാൻ തരാം. ഞാൻ ആരാ? എന്നെ നിങ്ങൾക്ക് അറിയാൻ പാടില്ല. എന്റെ പേര് വിജിത്ത്. ജിതിനെ, ജിതിനെ. ഇതേത് വള്ളിയാണോ? ഇതേത് പുതിയ അപരാധം? ഞാനേ ഇവിടെ പണ്ട് താമസിച്ചിരുന്നേ. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വരുന്നതിനൊരു 2-3 വാടകക്കാർക്ക് മുമ്പ്. ശൈലേഷേ. ആ കുട്ടേട്ടാ, നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ ആ കാലൊന്ന് വിളിച്ചോട്രാ. എന്തേ കാണിക്കണേ? നിങ്ങളാ എന്റെ ജീവിതം രക്ഷിച്ച്. അന്നാ ബാച്ചലർ പാർട്ടി നടത്തിയില്ലായിരുന്നു, ഞാൻ പെട്ടുപോകാനേടാ. എന്റെ പൂക്കയോട് ഞാൻ പൂട്ടി പൊക്കോളാൻ പറഞ്ഞു. എന്തിന്? ഞാൻ അന്വേഷിച്ചു. അവക്കൊരു ബെസ്റ്റ് ഫ്രണ്ട്, ഒരു ബെസ്റ്റി, ഒരു ബെസ്റ്റസ്റ്റി. എന്തസ്റ്റി? അതങ്ങനെ എന്തോ കണാപ്പ്. അതവിടെ അവസാനിപ്പിച്ചു. അതേതായാലും നന്നായി. ഞാനിപ്പോ വന്ന അതിനൊന്നുമല്ല. നിങ്ങൾ രണ്ടുപേരും എന്റെ ബ്രേക്കപ്പ് പാർട്ടിക്ക് വരണം. എന്റെ പൊന്നു കുട്ടേട്ടാ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു കിഡ്നി തരാം. എന്നാൽ ഇനി ഒരു പാർട്ടിക്ക് എനിക്ക് താങ്ങൂല. വരൂല അല്ലേ? അങ്ങനെ അമ്മ മരിച്ചേ പിന്നെ ഞാനും അമ്മൂമ്മയും ഇവിടെ ഒറ്റയ്ക്കായി. അമ്മ പോയത് അമ്മൂമ്മയ്ക്ക് കുറച്ച് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. എന്നിട്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അമ്മൂമ്മേനെ കാണാനില്ല. ഞാനിവിടെ എല്ലായിടത്തും തപ്പി, കുടത്തിൽ വരെയും തപ്പി. അവസാനം ചേതനേറ്റ അമ്മൂമ്മയുടെ ശരീരം എനിക്ക് കിട്ടി. ആ സ്റ്റെപ്പിന്റെ അടിയിൽ. താനെന്തിനിപ്പോ വന്നേ? അത് ഞാൻ അമ്മമ്മയുടെ പാദസരം എടുക്കാൻ. ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? അമ്മമ്മ പറഞ്ഞു. സ്വപ്നത്തില് അമ്മമ്മ എന്നോട് സംസാരിക്കാറുണ്ട്. പിന്നെ സ്വപ്നത്തിനോട് പറയല്ലേ? അതൊന്നും പറ്റില്ല. അല്ല പ്ലീസ്, ഞാനൊന്ന് എടുത്തോട്ടെ പ്ലീസ്. എടോ എടോ, ഞാനൊന്ന് ഓണറിനെ വിളിക്കാം. അത് വേണ്ട, പുള്ളി എന്നെ മറന്നിട്ടുണ്ടാവും. അങ്ങനെ മറക്കൂ?
ആ കിട്ടി 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 ഇതേ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. അതെങ്ങനെ കിട്ടി? ഞാനാണല്ലോ ഇവിടെ അടിച്ചവരിട്ടത്. അത് ഇവിടെ ഉണ്ടായതാണ്. താണു തുപ്പിട്ടാലോടോ. അല്ല ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണ്. ഈവനിങ് വന്നേ. അല്ല കുട്ടേട്ടാ, ഇനി കല്യാണം നോക്കണില്ലേ? എന്റെ പൊന്ന് കാവ്യേ, ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ ഇപ്പൊ എന്റെ അവസ്ഥ. എടാ ഞാൻ ഈ ഡബിളിൽ കയറി ഒന്ന് നോക്കിയാലോ? ബമ്പിളാണ് ഉദ്ദേശിച്ചത്? ബമ്പിളാണ്. ശൈലേഷ് സാറേ, കുട്ടേട്ടനുണ്ടായോ? ഒന്നിങ്ങൊന്നേ വാ, നമുക്ക് പോവാം. അളിയാ എന്നെ തൂക്കിടാ. ശൈലേഷേ, നമ്പർ കൊള്ളാം, പക്ഷെ 90s ലൈറ്റ് ആയിപ്പോയി. ഇവനേതാ? ഞങ്ങൾ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി ശൈലേഷ് ഇറക്കിയതാ. എന്നാലും ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടിയെ പോയിട്ടോ. ഇവനല്ലേ, ഇവന്റെ അടുത്ത് എത്ര പ്രതീക്ഷ മതി. മതിടാ പാവം. നീ എന്ത് പണിയാടേ കാണിച്ചേ? നിർത്തോ. കഴിഞ്ഞ ഒരാഴ്ചയിടയ്ക്ക് സമാധാനം കിട്ടിയിട്ടില്ല. അകത്ത് നിന്ന ഇവള്, പുറത്തേക്ക് വന്ന ഇവര്. എനിക്കിതല്ലാണ്ട് ഒരു വഴി കിട്ടിയില്ല. വിടു കൂട്ടേട്ടാ, ഇവരിവിടുന്ന് പുറത്താക്കി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നം തീർന്നു ഞാൻ വിചാരിച്ചു. അപ്പോഴോ ഞാൻ ചീപ്പായി. എന്നൊരു കാര്യം ചെയ്തേക്കാം, ഞാൻ അങ്ങോട്ട് പുറത്ത് നോക്കോളാം. അപ്പൊ പിന്നെ എല്ലാ പ്രശ്നം തീർന്നല്ലോ, സന്തോഷാവല്ലോ. ശരി എന്നാ എല്ലാം പാക്ക് ചെയ്തോ. എടാ അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? പണ്ടങ്ങാണ്ട് ബുദ്ധിയില്ലാത്ത കാലത്ത് ആരൊക്കെയോ പ്രേമിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട്. എന്റെ പൊന്നമ്മാവാ. അമ്മാവനോ? അല്ല ചേട്ടാ, ഇവരെങ്ങാനും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഉറപ്പായിട്ടും ഡിവോഴ്സ്. അപ്പോ നിങ്ങളോ? അല്ല, ഞങ്ങളാണെങ്കി രണ്ടിലൊരാൾ തല്ലി തീർന്നേനെ. ആ ബെസ്റ്റ്. നിനക്ക് ഈ ശൈലേഷ് ഇവിടെ താമസിക്കണമെന്നതിലും പ്രശ്നമുണ്ടോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ എന്നെ കയറി ചൊറിയാതിരുന്നാ മതി. ജിതിന് വീട്ടിൽ താമസിക്കണമെന്ന് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് എനിക്ക് മിന്നുവിന്റെ കമ്പനി ഇഷ്ടാ. ആ, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? എനിക്കെന്ത് പ്രശ്നം? പിന്നെ എനിക്കാണോ പ്രശ്നം? അതെ, ഇവിടെ ഇപ്പൊ ആരെയും എങ്ങോട്ടും പോണില്ല. കൈ കൊടുത്തേ, കൊടുക്കടാ കൈ. അടി സക്കേ. അപ്പൊ ഇന്ന് കുട്ടേട്ടന്റെ വീട്ടില് രാത്രി പാർട്ടി. നമുക്കിത് തീർക്കാം. കുട്ടേട്ടാ കുപ്പി 2 ഉണ്ടടാ. ധൈര്യമായിട്ട് പൊളിക്കും. ഇരുന്നോ. ഒന്ന് പൊളിക്കടാ.